ഉതുപ്പാൻ്റെ കിണർ, കാരൂർ നീലകണ്ഠപിള്ള. വായന ശ്രീനിജ സുനീഷ് മുല്ലപ്പള്ളി. ആ ചെറുനഗരത്തിൽ പലയിടത്തും ഉതുപ്പാനെ കാണാം. ഹോട്ടലുകളുടെ വാതിക്കൽ, വണ്ടിപ്പേട്ടയിൽ, വള്ളക്കടവിൽ, തന്നെക്കാൾ ഭാരമുള്ള ചുമടിന് കീഴെ, പട്ടണം ഉറങ്ങിയാൽ പീടികത്തിണ്ണയിൽ. അവൻ കഴിയും മട്ടിൽ പണിയെടുക്കും, കിട്ടുന്നതുകൊണ്ട് ഉപജീവിക്കും. ഉതുപ്പാന് ആരുമില്ല എങ്കിലും ആ തരുണൻ കരുതും തനിക്ക് ചില ചുമതലകൾ ഉണ്ടെന്ന്. അവൻ്റെ ജീവിത ആവശ്യങ്ങൾ ലഘുവാണ് എങ്കിലും അവനത് ഗുരുവാണ്. അവനും നാളുകൾ കഴിക്കുന്നുണ്ട്. ഉദരത്തിൻ്റെ പരാതിയാണ് അവന് ഉറക്കുപാട്ട്. ഹൃദയത്തിനുമുണ്ട് അവനോടാവലാതി. മരത്തണലിലിരുന്ന് വഴിക്കാരോട് കേണിരക്കുന്ന കുരുടനെയും, മഞ്ഞിൽ മരച്ചും വെയിലിൽ പൊരിഞ്ഞും മഴയത്ത് നനഞ്ഞും വഴിവക്കിൽ കഴിച്ചുകൂട്ടുന്ന കൊച്ചുങ്ങളെയും, ചായക്കടയുടെ മുമ്പിൽ ചെന്ന് ചൂടുവെള്ളം യാചിച്ചിട്ട് തിളയ്ക്കുന്ന വെള്ളം തലവഴി ഒഴിക്കപ്പെട്ട കിഴവിയെയും മറ്റും പറ്റി ഉദാസീനത കാണിക്കുന്നതിനെക്കുറിച്ച്. ഉദരത്തിൻ്റെ പരിദേവനം ഉതുപ്പാൻ ചെവി കൊണ്ടില്ല. ഹൃദയത്തിൻ്റെ വേദന അവൻ അമർത്തി. സഹതപിക്കുന്നതും അവൻ്റെ നിലയിൽ അഹങ്കാരമാണ്. സഹോദരങ്ങളെ സഹായിക്കാൻ അവന് മോഹമുണ്ട്, കഴിവില്ല. അവനും വളർന്നു വന്നു. അച്ഛനമ്മമാരുണ്ടായിരുന്നെങ്കിൽ തങ്ങൾക്കൊരു താങ്ങാണ് അവനെന്ന് കരുതി സന്തോഷിച്ചേനെ. ഒഴിവുള്ള സമയങ്ങൾ പ്രാർത്ഥിക്കാനും സുവിശേഷ പ്രസംഗം കേൾക്കാനും അവൻ ചെലവാക്കി. ക്രമേണ വഴിവക്കിലും ചന്തമുക്കിലും നിന്ന് വേദോപദേശം ചെയ്യുന്നതും ശിശുക്കൾക്കും യേശുക്കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും അവൻ്റെ നിത്യജോലികളിൽ ഉൾപ്പെട്ട് കാലം കടന്നു. ആ നഗരത്തിൻ്റെ ഒരു മൂലയിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട ഒരു റോഡിനാൽ ത്രികോണാകൃതി പ്രാപിച്ച ഒരു തുണ്ട് പുരയിടം വാങ്ങുവാനുള്ള പണം അവനുണ്ടാക്കി. അവൻ ഭൂസ്വത്തിന് ഉടമസ്ഥനായി. അയാൾ സ്വന്തം ഭൂമിയിൽ വേല തുടങ്ങി. കിണറ് കുഴിക്കുകയായിരുന്നു വേല. അത്രയ്ക്ക് മാത്രമുണ്ടാ സ്ഥലം. കഴിയുന്നിടത്തോളം അവൻ തന്നെ കുഴിച്ചു. വേണ്ടി വന്നപ്പോൾ ഒരു കൂലിക്കാരനെ കൂട്ടി. ഇവൻ എന്തൊരു പ്രാന്തനാ എന്ന് ചിലർ പറഞ്ഞു. വല്ല നിധിയും കിട്ടുമെന്ന് വെച്ചാ പാപം പാടുപെടുന്നത് എന്ന് ചിലരും. കിണർ താണുവന്ന ക്രമത്തിന് ഉതുപ്പാൻ്റെ ഉത്സാഹം ഉയർന്നു വന്നു. മണ്ണു മാറി, കല്ല് കണ്ടു, കുമ്മായ മണ്ണായി. മണ്ണിന് നനവ് കണ്ടു, വെള്ളം കണ്ടു. ഉടമസ്ഥൻ്റെ ഉള്ളം കുതിർത്തു. ആ നിസ്സഹായൻ ദൈവത്തെ സ്തുതിച്ചു. കൂട്ടുവേലക്കാരന് അന്ന് 4 ചക്രം പാരിതോഷികം കിട്ടി. അന്ന് വേല കയറിയിട്ട് അവൻ വളരെ നേരം വെള്ളം നോക്കിക്കൊണ്ടു നിന്നു. ആ കൂപത്തിലുണ്ടായ ചിറ്റോളം ഉതുപ്പാൻ്റെ വിശാല ഹൃദയത്തിൽ തിരമാലയുണ്ടാക്കി. കേൾവിക്കാർക്ക് രസം തോന്നിയെങ്കിലും അവൻ അന്ന് കണ്ടവരോടൊക്കെ കിണറ്റിൽ വെള്ളം കണ്ട കഥ പറഞ്ഞു. അവൻ്റെ ഹൃദയശുദ്ധിയുടെ അടിത്തട്ട് കാണാനെന്ന വണ്ണം കിണർ ചുഴിഞ്ഞിറങ്ങി. കുട്ടികൾ കിണറ്റിൽ വലിയ കല്ലെടുത്തിട്ട് മാറ്റില് കേട്ട് രസിച്ചു. അയൽപ്പക്കത്തുള്ളൊരു കിഴവി പറയുകയാണ്, ആ തെമ്മാടി വഴിയുടെ വക്കിനൊരു കിണർ കുഴിച്ചിട്ടിരിക്കുന്നു. പശുവിനെ അഴിച്ചുവിട്ടാൽ കൂടെ നോക്കണേ പിള്ളാരെ. കിണറ് അടിവരെ താഴ്ന്നതോടെ ഉതുപ്പാൻ്റെ മടിശീലയുടെ നെല്ലിപ്പലകയും കണ്ടു. കിണറ് കുഴിച്ചത്തിൽ അധികം ഭാരം വഹിച്ചും കാലം ദീർഘിച്ചും അവനത് കെട്ടിച്ചു. 30 ദിവസം കൂലിവേലയ്ക്ക് പോയി കിട്ടുന്ന മിച്ചം കൊണ്ട് 3 ദിവസം കിണറ് കെട്ടുന്ന ജോലി നടത്തും. ഈ കണക്കിൽ 5-6 അരഞ്ഞാണവും മതിലും കൽത്തൂണും കെട്ടി കിണറ്റുപാലവും വെച്ച് അതിന്മേൽ ഒരു കുരിശടയാളത്തിൻ്റെ ഇരുപുറവുമായി നാട്ടുവഴിയിലൂടെ നടക്കുന്നവർക്ക് കാണത്തക്കവണ്ണം ഇങ്ങോട്ട് വരുവിൻ, ഇവിടെ ആശ്വസിക്കാം എന്ന് രേഖപ്പെടുത്തി ഒരു കപ്പി കൊളുത്തി ഒരു തൊട്ടിക്കയറും ഇട്ടപ്പോൾ യൗവനത്തെ ചവിട്ടിമതിച്ച് മുന്നോട്ടു പോകുന്ന പുത്രിക്ക് സ്ഥിതിക്കധികനായ വരൻ മംഗല്യസൂത്രം ചാർത്തുന്ന മുഹൂർത്തത്തിൽ പിതാവിനുണ്ടാകുന്ന കൃതാർത്ഥത ആ കുടുംബശൂന്യനുണ്ടായി. അവിടെ ഒരു കുടില് കെട്ടി പുട്ടും പഴവും വിറ്റിരുന്നെങ്കിൽ അവൻ്റെ ചെലവിനുള്ളത് കിട്ടിയേനെ എന്ന് ചിലർ ഉതുപ്പാൻ്റെ ബുദ്ധിശൂന്യതയെ ഉന്നയിച്ചു. ഉതുപ്പാൻ വക എന്നുകൂടി എഴുതി വച്ചിരുന്നെങ്കിൽ പ്രസിദ്ധിക്ക് കൊള്ളാമായിരുന്നു എന്നൊരുത്തൻ അസൂയപ്പെട്ടു. തീരെ ഗതികെട്ടാൽ കുടിച്ചു ചാകാൻ അവന് വല്ലവരുടെയും കിണർ അന്വേഷിക്കേണ്ടല്ലോ എന്നൊരു രസികൻ നിന്ദിച്ചു. ചിലർ അവൻ്റെ പ്രവൃത്തിയെ മാനിക്കുകയും ചെയ്തു. ഉതുപ്പാൻ സാധാരണ പറയും, 2 വശത്തു നിന്നും വെള്ളം കോരത്തക്കവണ്ണം 2 പാലം വേണ്ടതായിരുന്നു. ഒരു കൽത്തൊട്ടി ഉണ്ടാക്കിയിടണം, പശുക്കളും വെള്ളം കുടിക്കട്ടെ. മഴ നനയാതെ നിന്ന് വെള്ളം കോരത്തക്കവണ്ണം ഒരു പുരയുണ്ടാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും മറ്റും. അതൊക്കെ ക്രമേണ സാധിച്ചു. അയൽക്കാരിൽ കിണറ് കുടിപ്പിക്കാൻ കഴിവില്ലാത്തവർ ആ വഴി കിണറ്റിൽ നിന്നും വെള്ളം കോരി. പലരും കുളി ആ കിണറ്റിൻകരയാക്കി. കുട്ടികൾ അതിൽ ചപ്പും ചവറും കല്ലും ഇട്ട് രസിച്ചു. ഒരു ദുരാഗ്രഹി തൊട്ടിയും മറ്റൊരു പാപി കപ്പിയും മോഷ്ടിച്ചു. ഇക്കൂട്ടരാരും ഉതുപ്പാൻ്റെ കഷ്ടപ്പാട് സ്മരിച്ചില്ല. ആ പാവം കുറവ് നികത്തി. അത് ആവർത്തിക്കാതെ സൂക്ഷിച്ചു.
ഉതുപ്പാൻ നിത്യവും 2 നേരം കിണറ്റുംകരെ ചെല്ലും. പരിസരം ശുചിയാക്കും. വെള്ളം കോരി കൽത്തൊട്ടി നിറയ്ക്കും. കുറച്ചു കുടിക്കും. വൃത്തികേടാക്കല്ലേ എന്ന് അവിടെ വരുന്നവരോടൊക്കെ പറയും. ആരെങ്കിലും വെള്ളം കോരി കുടിക്കുന്നത് കാണുമ്പോൾ അവൻ്റെ ഹൃദയം പുളകം കൊള്ളും. അവൻ്റെ പല നാളത്തെ ശ്രമഫലം, അക്ഷയമായ സമ്പാദ്യം. പട്ടണം വളർന്നു. ജനങ്ങൾ തിങ്ങി. പൗരക്ഷേമത്തെ രക്ഷിക്കുകയും വ്യക്തിസ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിൽ നഗരസഭ ജാഗരൂകരായി. ശുദ്ധജല വിതരണത്തിനും മലിനജല വിസർജനത്തിനുമുള്ള പദ്ധതികൾ സ്വീകരിക്കപ്പെട്ടു. ജലക്കുഴലുകൾ സ്ഥാപിക്കുവാൻ ചാലു തോണ്ടിയ വേലക്കാർ ആ കിണറിൻ്റെ ചുറ്റുതറയിൽ കുറേ പൊളിച്ചു കളഞ്ഞു. ഉതുപ്പാൻ്റെ ഹൃദയം നൊന്തു. ആ അറ്റകുറ്റം തീർത്തല്ലാതെ അടുത്ത ദിവസം അയാൾ പള്ളിയിൽ പോയില്ല. കുഴൽ വെള്ളം നടപ്പിലായി. നഗരത്തിലുള്ള ജലധാരങ്ങളെല്ലാം 30 ദിവസത്തിനകം മൂടണമെന്നും അങ്ങനെ ചെയ്യാത്ത പക്ഷം നഗരസഭ ആ ജോലി ചെയ്യിക്കുമെന്നും ചെലവ് ഉടമസ്ഥനിൽ നിന്ന് ഈടാക്കുമെന്നും തമുക്കടിച്ചു പരസ്യപ്പെടുത്തി. ഉതുപ്പാൻ്റെ കിണറും നികത്തണം. അയാൾ അധികാരികളെ കണ്ടു. അവിടെ നിരാശയാണുണ്ടായത്. പുത്തൻ പരിഷ്കാരത്തെ ആ പഴയ മനുഷ്യൻ പഴിച്ചു. കുറച്ച് കാലാവധി നീട്ടിക്കിട്ടാൻ അയാൾ അപേക്ഷിച്ചു. അതും ഫലിച്ചില്ല. വൃദ്ധന് 2-4 പല്ലുണ്ടായിരുന്നത് നഗരസഭയുടെ നേരെ ഞെരിഞ്ഞു. വഴിക്കാരെ തടഞ്ഞു നിർത്തി അയാൾ നഗരസഭയെ ഭർസിച്ചു പറഞ്ഞു. സർക്കാരിൽ സങ്കടം ബോധിപ്പിച്ചു. അയാളുടെ സങ്കടത്തിൽ യാതൊരു ന്യായവും നീതിനിഷ്ഠമായ ഗവൺമെൻറ് കണ്ടില്ല. എന്തു വന്നാലും തൻ്റെ ജീവിത സർവസ്വവുമായ കിണർ മൂടുകയില്ലെന്ന് ആ പടുകിഴവൻ ശഠിച്ചു. അന്ന് ചിലർ പറഞ്ഞു, ഉതുപ്പാൻ ചേട്ടന് ഭ്രാന്താണെന്ന് തോന്നുന്നു. ഏതാണ്ട് അങ്ങനെ തോന്നും ആ സാധുവിനെ കണ്ടാൽ. ഒരു യുവ പരിഷ്കാരി പറയുകയാണ്, കിഴവൻ്റെ അവസാനം അതിലാണെന്നാ തോന്നുന്നത്. പലരും വൃദ്ധൻ്റെ ബന്ധപ്പാടിന് കണ്ണും കരളും കൊടുത്തേയില്ല. കുഴൽവെള്ളം കിട്ടിയപ്പോൾ കിണറിൻ്റെ കാര്യം എല്ലാവരും മറന്നു. നന്ദികെട്ട ലോകം. ഇപ്പോഴും മറക്കാത്തവരുണ്ട്. അതിൽ കല്ലിട്ട് കളിക്കുന്ന കുട്ടികൾ. പട്ടണത്തിലുള്ള വാപി കൂപങ്ങൾ അന്തർദാനം ചെയ്തു തുടങ്ങി. ഉതുപ്പാൻ്റെ കുഴിഞ്ഞ കണ്ണുകൾ ആ സ്ഥാനം വഹിച്ചു. കുഴൽവെള്ളമുള്ളപ്പോൾ കിണർ അനാവശ്യമാണെന്നും ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറ്റിൽ കൊതുകുണ്ടായി പൊതുജന ആരോഗ്യം നശിപ്പിക്കുമെന്നും മറ്റുമുള്ള ഉപദേശങ്ങളാൽ അയാളെ സമാധാനപ്പെടുത്താനും കിണർ മൂടിക്കാനും മിത്രങ്ങൾ യത്നിച്ചു. കിഴവൻ്റെ ആശയുടെ അവസാന ഇഴയും പൊട്ടി. സ്വന്തം ആളുകളും തനിക്ക് ശത്രുക്കളാണല്ലോ എന്ന് വൃദ്ധൻ അത്യന്തം വ്യാകുലപ്പെട്ടു. അയാളുടെ ഹൃദയം തപിച്ചു, ദ്രവിച്ചു. നേത്രങ്ങളിൽ കൂടി നിർഗമിച്ച് മാറിടത്തെ മറച്ചു നിൽക്കുന്ന നിറച്ച താടിയുടെ തുമ്പിൽ തൂങ്ങി. കിണറു മൂടേണ്ട അവസാന ദിവസവും ഇരുളിലാണ്ടു. പ്രകൃതി നിശ്ചലമായി. നഗരം വിശ്രമത്തിനു കൊതിച്ചു. വികാര്യ വൈവശ്യമില്ലാത്തവരെ നിദ്രാദേവി തഴുകി. ഉതുപ്പാൻ കിണറ്റുംകരെ ചെന്നു. അവിടെയെല്ലാം തൂത്ത് വൃത്തിയാക്കി. അതിന് പലപുരി വലം വെച്ചു. ഊഞ്ഞാലാടുന്നത് പോലെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അയാളുടെ മനസ്സും അത് തന്നെ ചെയ്തു. എത്ര സമയം അങ്ങനെ കഴിഞ്ഞെന്ന് അയാൾ അറിഞ്ഞില്ല. ലോകോപകാരത്തിനുള്ള തൻ്റെ ശ്രമഫലം, അനേകം ജീവന് ആശ്വാസം നൽകിയ അമൃത കലശം, ആത്മാവിൻ്റെ ഗതിക്ക് മാർഗമെന്ന് താൻ കരുതുന്ന പുണ്യവസ്തു. ആ കിണർ കുഴിച്ച കൈകൊണ്ട് തന്നെ നികത്തുക, പിന്നെയും ജീവിച്ചിരിക്കുക. നന്മയെ തടയുന്ന നാഗരികതയുടെ കാലത്ത് നന്ദികെട്ട ആളുകളുടെ ഇടയിൽ ആ വൃദ്ധ നേത്രങ്ങൾ കവിഞ്ഞൊഴുകി. മനസ്സിൻ്റെ ആട്ടം നിന്നതോടെ ആ ദുർബലൻ്റെ കാൽപ്പെരുമാറ്റവും നിലച്ചു. അയാൾ കിണറ്റുമതിലിൽ ചാരി നിന്നു. അയാൾ കിണറ്റുമതിലിൽ കയറി. ചന്ദ്രൻ ചോദ്യരൂപത്തിൽ ഇന്ദ്രദിക്കിൽ നിന്നെത്തി നോക്കി. പൊട്ടാൻ തുടങ്ങുന്ന മാറിടത്തെ അയാൾ ആ കുരിശടയാളത്തോട് ചേർത്ത് വെച്ചു. അങ്ങനെ നിന്നു. എത്ര നേരം നിന്നു. അയാൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അവൻ്റെ തലയെ താങ്ങാനുള്ള ശ്രദ്ധ കഴുത്തിനില്ലാതെ പോയി. ഒരു തുള്ളി വെള്ളമെങ്കിലും ആ കണ്ണിൽ ഊറിയില്ല. അവൻ്റെ തൊണ്ട വരണ്ടു. ഹൃദയം തമ്പേറടിച്ചു. പള്ളിയിൽ നിന്ന് മണിനാഥം മുഴങ്ങി. അയാൾ കേട്ടോ എന്നറിഞ്ഞില്ല. ഇങ്ങോട്ട് വരുവിൻ, ഇവിടെ ആശ്വസിക്കാം എന്നാരെങ്കിലും ആ ലോകോപകാരിയെ ക്ഷണിച്ചോ? അയാൾ അറിഞ്ഞുകൊണ്ടാണോ? ആ തെളിനീർ അയാളെ മാറോടണച്ചു. ആ കിണർ ജനയിതാവിൻ്റെ മേൽ വെള്ളം തൂകി. അവൻ സ്വന്തം കിണറ്റിൽ നിന്ന് അന്ത്യമായി ജലപാനം ചെയ്തു. അയൽവീട്ടിലെ നായ് ചരമഗീതം പാടി. ചന്ദ്രൻ്റെ മുഖം വിളറി. ആ കിണർ ഉതുപ്പാൻ്റെ രഹസ്യത്തെ വിശ്വസ്തയോടെ കോപനം ചെയ്തു. വായന ശ്രീനിജ സുനീഷ്, മുല്ലപ്പള്ളി.